എന്തൊക്കെയാണ് എന്റെ ചെലവ്, മാസത്തിൽ വരുന്ന ചെലവുകൾ ഞാൻ കാണിച്ചതാ. അതിന്റെ മുഖ്യ ഒരു കാരണക്കാരാണ് ഈ ഇരിക്കുന്നത്. ഈ സംഭവം ഗ്യാസും കുറ്റി. ഒരു മാസം എത്ര രൂപയാണ് നമ്മൾ ഇതിനായിട്ട് കൊടുക്കുന്നത്? എങ്ങനെ നമ്മളിവിടെ ജീവിക്കുക? ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചെലവാണിത്. അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ചെലവ് വരുന്ന സംഭവമാണ് ഈ ഇരിക്കുന്ന സംഭവങ്ങൾ. ഇപ്പൊ മഴക്കാലാണ്, നമുക്ക് വാഷ് ചെയ്യണം, അത് ഉണക്കണം, അതിനൊക്കെ 2 വാഷിംഗ് മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റൊരു ചെലവാണ് ചൂടിന് തണുപ്പിക്കുന്ന AC ആണ് സംഭവം. അപ്പൊ ഇങ്ങനൊക്കെ ചെലവൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഞാൻ പ്രവാസിയായിട്ട് എങ്ങനെ ഇവിടെ ജീവിക്കും എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോഴാണ് എനിക്കൊരു സംഭവത്തെ കുറിച്ച് അറിഞ്ഞത്. എല്ലാ പ്രവാസികളുടെ ഒരു സ്വപ്നമാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചെലവ് മാത്രമാണ് പറഞ്ഞത്. എങ്ങനെയാണ് ആ ചെലവ് ഞാൻ ചുരുക്കി എന്നുള്ള കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കണ്ടോളൂ, ഇതാണ് ആ സംഭവം. സോളാർ അല്ലേ? അതെ. അല്ലേക്കാ, നിങ്ങളിപ്പോ എത്ര വർഷമായി വെച്ചിട്ട്? 4 വർഷത്തോളമായി ഞാൻ വെച്ചിട്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റബിൾ ആണ്? എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആണ്. ഞാൻ ഇത് വെച്ചതിന് ശേഷം ഹാപ്പിയാണ്. കാരണം എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കറണ്ട് ബില്ലിനെ കുറിച്ചോ അതിന്റെ എക്സ്പെൻസിനെ കുറിച്ചോ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഈ സോളാർ നിങ്ങൾ എവിടെ നിന്ന് വെച്ചത്? ഇത് ഞാൻ ബേയ്മെന്റ് സോളാർ എന്നാണ് വെച്ചത്. എനിക്ക് ഇതിന് വേറെ ഒരു കംപ്ലൈന്റോ ഒരു സംഭവം ഒന്നും വന്നിട്ടില്ല. ആ ഒരു സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? പക്കയാണ്, ഉഷാറാണ്, ഒരു സംശയമില്ല. അപ്പൊ നിങ്ങളെ വീട്ടിലും സോളാർ വെക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുക. എവിടെ വേണമെങ്കിലും അല്ലേ? അതെ, വെച്ചെടുക്കും. എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ചെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ.